കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് ചെയോം മെഡിക്കൽ സെന്ററിലെ ചെയർമാൻ പാർക്കിനെ കാണാൻ വരുന്നതാണ്. ആ വരവിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയോം മെഡിക്കൽ സെന്ററിലെ ചെയർമാൻ പാർക്കിനോട് ഞങ്ങൾ ലീയുടെ ബ്ലഡ് വെച്ച് ഇൻക്യൂറബിൾ ഡിസീസിന് വേണ്ട ക്യൂർ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. സോ അത് ചെയ്യാൻ വേണ്ടി ലീയെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാമോ? അങ്ങനെ നടക്കുകയാണെങ്കിൽ ആ ക്യൂർ വെച്ച് നിങ്ങളുടെ മകളെ ആയിരിക്കും ഞങ്ങൾ ആദ്യം ചികിത്സിക്കുക എന്ന് പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ MLA അയാളുടെ ഓഫീസിലേക്ക് ചായ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് കണ്ടോ, ലീ ഒരു പേഷ്യന്റിനെ ചികിത്സിച്ച് ഭേദമാക്കി. ഇത്ര കാലം അവന് തൂക്കുകയർ കൊടുക്കണമെന്ന് പറഞ്ഞ് നടന്നവരൊക്കെ ഇന്ന് അവന്റെ സൈഡായി എന്നൊക്കെ പറയുന്നു. അവന്റെ ട്രീറ്റ്മെന്റ് വർക്കായി, അത് ശരി തന്നെ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനും അതിന്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്ന് ഞാൻ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളൂ. അല്ലല്ല, അപ്പൊ നിന്റെ കയ്യിൽ നീ ഇപ്പൊ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യുന്ന വേണ്ടത്ര എവിഡൻസ് ഉണ്ടോ? എന്നാൽ ഇവൾ അതിന് ആൻസർ കൊടുക്കാതെ എനിക്ക് അടുത്ത ട്രയലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട്, സോ ഞാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഗവൺമെന്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ എന്റെ ബോസുമല്ല. ഇനി എന്തേലും കാര്യം എന്നോട് പറയാനുണ്ടെങ്കിൽ ഇനി തൊട്ട് ആദ്യം എന്റെ ഓഫീസിൽ വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് അവൾ അവിടുന്ന് പോകും. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഫൈനൽ ഹിയറിംഗ് ആണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ലീ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു ക്യാൻസർ പേഷ്യന്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മുമ്പത്തെ എപ്പിസോഡിൽ ലീ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും പോയ ക്യാൻസർ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നില്ലേ? പാർക്കിന്റെ വിറ്റ്നസ് ആയിട്ട് കോർട്ടിൽ വന്നിട്ട് പിന്നീട് ചായയുടെ വിറ്റ്നസ് ആയവൻ, അവനെ തന്നെയാണ് പറയുന്നത്. അയാളുടെ മാറിയ അസുഖം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു എന്നും ഇപ്പൊ അയാൾ ഏകദേശം മരിക്കാറായ അവസ്ഥയിലാണെന്നും കൂടി പറയുന്നു. സോ പ്രതിയുടെ ബ്ലഡിൽ ഈ പറയുന്ന ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമ്മൾക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരിക്കൽ ട്രീറ്റ്മെന്റ് സക്സസ് ആയി എന്ന് വെച്ച് അതിനർത്ഥം പ്രതിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നല്ല. അതുകൊണ്ട് തന്നെ പ്രതിക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് ഇവൾ പറയുന്നു. അന്നേരം പാർക്ക് പ്രോസിക്യൂട്ടർ പറഞ്ഞ ഈ പേഷ്യന്റ് എന്റെ ക്ലയന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് തന്നെ മറ്റ് ഡോക്ടേഴ്സിനെ ഒക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സൈഡ് എഫക്ട് കൊണ്ടാണ് ആ പേഷ്യന്റിന് വീണ്ടും രോഗം വന്നത്, അല്ലാതെ എന്റെ ക്ലയന്റ് കാരണമല്ല. സോ വധശിക്ഷയ്ക്ക് പകരം എന്റെ ക്ലയന്റിനെ പേഷ്യന്റിനെ ചികിത്സിക്കാനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കോർട്ട് വിധി പറയുകയാണ്. പ്രതി കുറെ ആളുകളെ കൊന്നു, അതുപോലെ പേഷ്യന്റിനെ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഞങ്ങൾ കണ്ടു. ഫ്യൂച്ചറിൽ ചിലപ്പോൾ കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ പ്രതിക്ക് രക്ഷിക്കാൻ പറ്റുമായിരിക്കാം. അതുകൊണ്ട് ലീക്ക് ഇവർ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ അവൻ പേഷ്യന്റിനെ ചികിത്സിച്ചു കൊണ്ടേയിരിക്കണം. ഇനി അവൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ശിക്ഷ നേരെ തൂക്കുകയറിലേക്ക് പോകും. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ചെയോമിലെ ചെയർമാൻ ന്യൂസിൽ വന്നിട്ട് അവർ ലീക്കുള്ള സപ്പോർട്ട് എന്ന നിലയിൽ അവരുടെ മെഡിക്കൽ സെന്ററിൽ തന്നെ ലീക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ചീഫ് ചായോട് എല്ലാം തോലച്ച് കളഞ്ഞപ്പോ നിനക്ക് സമാധാനായില്ലേ? നീ കേസ് വിജയിക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെ ഡയലോഗായിരുന്നു. കേസ് തോറ്റത് കൊണ്ട് തന്നെ ഇങ്ങേര് ഇവളെ വേറൊരു കുഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇവളെ മാത്രമല്ല, ഇവളുടെ ആ 2 അസിസ്റ്റൻസിനെയും. ചാകക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നുണ്ടാകില്ല. ഇവിടെ അവൾക്ക് വോയിസ് ഇല്ല. കേസ് എന്തായാലും ജയിക്കും, എന്റെ കയ്യിൽ തന്നേക്ക്, ഞാനിത് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെയാണല്ലോ അവൾ പറഞ്ഞത്. ഇപ്പൊ കേസും പോയി, ട്രാൻസ്ഫറും കിട്ടി. അവിടുന്ന് കേട്ടിട്ട് അടുത്ത സീനിൽ MLA ചെയോമിലെ ചെയർമാനെ കാണാൻ വേണ്ടി പോകുന്നു. ഈ ചെയർമാന്റെ അച്ഛന്റെ ഹെൽപ്പ് കാരണമാണ് ഇങ്ങേര് ഇപ്പൊ ഈ നിലയിലെത്തിയത്. ചെയർമാന്റെ അച്ഛനും ഇവിടുത്തെ ഫോർമർ ചെയർമാൻ ആയിരുന്നു. നീ എന്തിനാ ലീക്ക് വേണ്ട ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുത്തത്? അല്ലെങ്കിൽ തന്നെ അതിന്റെ ആവശ്യം എന്താ? നോക്ക്, അവനൊരു ക്രിമിനൽ ആണ്. അപ്പോഴായിരിക്കും ചെയർമാൻ പറയുന്നത്, ലീ നല്ലവനാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, നാട്ടുകാരാണ്. ഒരുപാട് രോഗികൾക്ക് അവൻ ഇപ്പൊ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്തതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അവിടുന്ന് കേട്ടതിന് ശേഷം ലീയെ വളരെ പ്രൊട്ടക്ഷനോട് കൂടി ചെയോം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുന്നു. ഫുൾ സെക്യൂരിറ്റി ആണ് ചുറ്റും. ലീ ഒന്ന് അനങ്ങിയാൽ തന്നെ ഇവന്മാർക്ക് മനസ്സിലാകും. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാർക്ക് അടുത്തുണ്ടായിട്ട് മിൻസിയോ അച്ഛൻ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ തന്റെ മകളുടെ കാഴ്ചശക്തി നഷ്ടമായി മകളുടെ സ്ഥിതി അത്രയും വഷളായി കൊണ്ടിരിക്കുകയാണെന്ന് പാർക്കിന് മനസ്സിലാവുകയാണ്. ഇവിടെ കേസ് കഴിഞ്ഞിട്ടും ആ കേസ് അത്ര പെട്ടെന്ന് വിട്ടുകളയാനുള്ള തീരുമാനത്തിലായിരിക്കില്ല. അന്ന് ഇവൾ ഹാൻ ഇല്ലീഗലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് ഹാനിന്റെ പ്രോസിക്യൂട്ടർ ആയത് ഇവളുടെ ചീഫ് ആണെന്ന് വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് അവൾ നേരെ ചീഫിന്റെ അടുത്തേക്ക് പോയിട്ട് സാറും ഹാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വീട്ടില് നിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ? കേസ് കഴിഞ്ഞു, പിന്നെ നീ എന്തിനാ ഈ കേസും കുത്തിപ്പൊക്കി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നേ? കൂടിപ്പോയാൽ 1 മാസം, അത് കഴിഞ്ഞ പിന്നെ നിന്നെ ഈ ഓഫീസിൽ കണ്ടുപോകരുതെന്ന് ഇങ്ങേര് പറയുന്നു. ബട്ട് എന്നാലും അവളുടെ ഉള്ളിലെ ആ ഡൗട്ട് മാറില്ല. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ചെയോമിലെ ഡയറക്ടർ ചെയർമാന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ആ ഹാനിനെ പറ്റാവുന്ന ഇടത്തൊക്കെ തിരഞ്ഞു, പക്ഷെ അയാളുടെ ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവരെല്ലാം ഒരു ഹാനിനെ അന്വേഷിക്കുന്നുണ്ട്. അയാളെ തിരഞ്ഞിട്ട് കിട്ടിയില്ല എന്നല്ല, അയാളെ കിട്ടി എന്ന ന്യൂസ് മാത്രമായിട്ട് എന്റെ അടുത്ത് നീ വന്നാ മതി. അയാളെ കണ്ടുപിടിച്ചിട്ട് വേണം ലീയുടെ ബ്ലഡിൽ നിന്ന് ക്യൂർ ഡെവലപ്പ് ചെയ്യാനെന്ന് ചെയർമാൻ പറയുന്നു. ഒരു ഭാഗത്ത് ചെയർമാന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ഹാൻ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട്
ഉണ്ടെന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് അവിടേക്ക് പോകുന്നു. തന്നെ അന്വേഷിച്ച് ആൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് മുങ്ങുകയാണ്. എന്നാൽ എന്തിനാ ഇങ്ങേര് ചെയർമാനെ ഇത്രയധികം പേടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ശേഷം അവൻ ഹാൻ താമസിച്ച ആ ഹോട്ടൽ റൂമിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അവൻ അവിടെ ലിയുടെ റിസർച്ച് നോട്ട്ബുക്ക് കാണുകയാണ്. സംഭവം ഹാൻ പോകുമ്പോൾ അത് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ ഹാൻ ആണ് ലിയുടെ റിസർച്ച് നോട്ട്ബുക്ക് അന്ന് ലിയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് അടിച്ചു മാറ്റിയത്. അതുകൊണ്ടാണ് അന്ന് പാർക്കിനകത്ത് അന്വേഷിച്ചിട്ട് കിട്ടാഞ്ഞത്. ശേഷം അവൻ ആ ബുക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. വേറൊരു ഭാഗത്ത് പാർക്ക് മിനിസിയെ കണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മീഡിയക്കാർ മുഴുവനും അയാളെ വളഞ്ഞ് നിങ്ങൾ ലിയുടെ വക്കീലായത് അവൻ നിങ്ങളുടെ മകളെ ചികിത്സിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്ന് ചോദിച്ച് ശല്യമാക്കുകയാണ്. പാർക്കിനാണെങ്കിൽ അവരെ അവിടുന്ന് മാറ്റി പുറത്തിറങ്ങാനും പറ്റുന്നുണ്ടാകില്ല. അന്നേരം ചാ അവിടേക്ക് വന്ന അവരോട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പാർക്കിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നു. ശേഷം ചാ പാർക്കിനോട് നിങ്ങൾക്ക് ഈ ഹാനിനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പാർക്ക് പറയുന്നു. അപ്പൊ ചാ ഈ ഹാനിന്റെ പേരിൽ മുമ്പ് ഇല്ലീഗലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു. അതിൽ എന്റെ ചീഫും കണക്റ്റഡ് ആണ്. എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ ഒരു ഡൗട്ട്. ഇനി ലീക്കും ഈ കേസുമായിട്ട് എന്തേലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. നീ ഇപ്പോഴും അതിന്റെ പിറകെയാണോ? ട്രയലൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പാർക്ക് പറയുന്നു. തുടർന്ന് ചായയെ ഡ്രോപ്പ് ചെയ്ത് പാർക്ക് തിരിച്ചു പോകുമ്പോൾ മിൻസിയുടെ അസുഖം കൂടിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പാർക്കിന്റെ വൈഫ് വിളിച്ചു പറയുന്നു. അങ്ങനെ പാർക്ക് ഒട്ടും സമയം കളയാതെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇവിടെ ചായോ മെഡിക്കൽ സെന്ററിലേക്ക് ലിയെ കാണാൻ പോകുന്ന ഹാനിനെ ആയിരിക്കും കാണിക്കുക. അയാൾ അവിടെ വന്നത് ആരും അറിയാതിരിക്കാൻ വേണ്ടി CCTV ഓഫ് ചെയ്യാനും മറ്റു പല ആവശ്യങ്ങൾക്കും ഹാനിന് അവിടെ തന്നെ ആളുകളുണ്ട്. ഒരു ഭാഗത്ത് ഹാനിനെ പറ്റി അറിയാൻ ചയോമിലെ ചെയർമാനെ കാണാൻ ചാ പോകുന്നു. എന്നിട്ട് ഹാനിനെ പറ്റി ചോദിക്കുകയാണ്. എന്റെ അച്ഛൻ 2015 ഹാനിനെ ഇവിടേക്ക് ജോലിക്കെടുത്തത്. ഏതാണ്ട് 2023 വരെ അവർ ഒന്നിച്ച് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ റീസൺ എന്ന് അറിയില്ല, ഹാൻ പിന്നെ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി. എന്റെ അച്ഛനും ഹാനും ഇൻക്യൂറബിൾ ഡിസീസിന് വേണ്ട ക്യൂർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. വേറൊരു ഭാഗത്ത് ഡോക്ടർ പാർക്കിനോടും വൈഫിനോടും മിൻസിയോയ്ക്ക് അപസ്മാരം വരാൻ തുടങ്ങി. ഇനി കുറച്ചു കഴിഞ്ഞാൽ ഡിമെൻഷ്യയും വരാൻ തുടങ്ങും. അതൊക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ മകൾ എപ്പോ വേണമെങ്കിലും മരിക്കാം എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. ഐ തിങ്ക് ഇറ്റ്സ് ബെസ്റ്റ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. അത് കേട്ട് അവർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും. ഒരേ ഒരു മകൾ മരണത്തോട് മല്ലിടിച്ച് കിടക്കുക. ഇവിടെ വെച്ച് എപ്പിസോഡ് 5 കഴിയും. 6ാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ലിയുടെ അടുത്ത് പോയ ഹാനിനെ ആയിരിക്കും കാണിക്കുക. സംഭവം ലിയെ ഇവിടുന്ന് പുറത്തിറക്കാൻ വേണ്ടിയാണ് ഹാൻ ഇവിടെ വന്നത്. എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത്, എന്താണ് പ്ലാൻ, ഈ വരുന്ന തേഴ്സ്ഡേ ആണ് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടത് എന്നൊക്കെ ഹാൻ പറഞ്ഞു കൊടുക്കുന്നു. ഒപ്പം ഹാനിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഇൻക്യൂറബിൾ ഡിസീസിന്റെ ക്യൂർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുമെന്ന് ലീ അയാൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം തേഴ്സ്ഡേ 2 മണിക്ക് ഇവിടെ വരാൻ വേണ്ടി ലീ ഹാനിനോട് പറയുന്നു. മറുഭാഗത്ത് ചാ ചെയർമാനോട് പേഷ്യൻസിന്റെ സമ്മതമല്ലാതെ ഹാൻ ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്തതിനെ പറ്റി ചോദിക്കുകയാണ്. ഹാൻ എക്സ്പെരിമെന്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷെ പേഷ്യന്റിന്റെ വീട്ടുകാരുടെ കൺസെന്റ് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പേഷ്യൻസിന്റെ വീട്ടുകാർ ഞങ്ങളോട് പൈസക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കും അവർക്കും ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ലീഗലി മുമ്പോട്ട് പോയി. അന്തരം ചാ ലിയെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തതിനെ പറ്റി ചോദിക്കുകയാണ്. ലിയുടെ അമ്മയുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഹാൻ അവനെയും എക്സ്പെരിമെന്റ് ചെയ്തത്. ശരിക്കും ഞാൻ ലിയെ പേഷ്യൻസിനെ ചികിത്സിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ എന്റെ അച്ഛനും ഇതുപോലെ ഒരു അസുഖം വന്നിട്ടാണ് മരിച്ചത്. ഇൻക്യൂറബിൾ ഡിസീസിന്റെ ക്യൂർ കണ്ടുപിടിക്കുക എന്നുള്ളത് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ലിയുടെ അമ്മ മുമ്പേ മരിച്ചതാണല്ലോ, പിന്നെങ്ങനെയാ ലിയുടെ അമ്മ ഹാനിന് ലീ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു എന്ന സംശയം ചായയിൽ ഉടലെടുക്കും. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ ഹോട്ടലിൽ ഹാൻ അന്ന് മറന്നു വെച്ച് പോയ ലിയുടെ ക്യൂർ ഡെവലപ്മെന്റിന്റെ റിസർച്ച് നോട്ട്ബുക്ക് ഡയറക്ടർ ചെയർമാന് കൈമാറുകയാണ്. തുടർന്ന് ചെയർമാൻ ഈ ബുക്ക് നോക്കിയിട്ട് ക്യൂർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ റിസർച്ച് ടീമിനെ ഏർപ്പാടാക്കാൻ വേണ്ടി പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ അന്ന് രാത്രി ലിയുടെ അമ്മയെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോയും യോമിനും ലിയുടെ നാട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു റിവർ കാണിച്ചുകൊണ്ട് ചോ യോമിനോട് ഇവിടെ വെച്ചാണ് ലിയുടെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണ് മരിച്ചതെന്ന് പറയുന്നു. അല്ല അതെങ്ങനെ? സാധാരണ നമ്മൾ വീഴുകയാണെങ്കിൽ പിറകോട്ടേക്കല്ലേ വീഴുക, അല്ലെങ്കിൽ നമ്മൾ നിന്ന ഭാഗത്തേക്ക് വീഴാനാണ് സാധ്യത. ഇത് ഇവിടുന്ന് തെറിച്ച് കറക്റ്റ് എങ്ങനെയാ അവർ ആ റിവറിലേക്ക് വീണതെന്ന് യോമിന് ചോദിക്കുന്നു. അങ്ങനെ അവർ അത് ആലോചിച്ച് ലിയുടെ അമ്മയുടെ മരണത്തിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മളുടെ ചാ ലിയുടെ വീട്ടിലേക്ക് ഗോങ്ങിനെയും കൂട്ടി പോവുകയാണ്. ലിയെ പറ്റിയും അവന്റെ അമ്മയെ പറ്റിയും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ ഈ കേസിൽ മിസ്സിംഗ് ആയ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്ന് ഇവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. നോക്ക്, ഇത് ശരിയല്ല. ഒന്നാമത് നമ്മളുടെ കയ്യിൽ വാറന്റ് ഇല്ല. എന്നാൽ ഇവൾ എങ്ങനെയായാലും ശരി ഈ വീടിനകത്ത് കയറുമെന്നായിരിക്കും. സോ വാതിൽ തുറക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോയി ഒരു ലോക്ക് സ്മിത്തിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അവൾ പറയുന്നു. അതേസമയം ചാ നോക്കുമ്പോൾ ആരോ അവരെ വാച്ച് ചെയ്യുന്നത് കാണുകയാണ്. ഇവർ തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി അവിടുന്ന് ഓടുന്നുണ്ട്. അതുകണ്ട് ഇവരും അയാളുടെ പിറകെ ഓടുന്നു. ഗോങ്ങിന് വലിയ താല്പര്യമൊന്നും ഇല്ല, പിന്നെ ഇവൾ അങ്ങ് നിർബന്ധിക്കുന്നത് കൊണ്ടാണ് അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓടി ആ വ്യക്തി എവിടെയോ പോയി
രക്ഷപ്പെടുന്നു. തുടർന്ന് അവൾ ഗോങ്ങിനോട് നിങ്ങൾ അതുവഴി പോ, ഞാൻ ഈ വഴി പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചായയുടെ തല ഒരുത്തന്നെ നെറ്റിക്കടിക്കുകയാണ്. അപ്പൊ അത് വേറെ ആരുമായിരിക്കില്ല, ചോയും യോമിനും ആയിരിക്കും. അപ്പോഴായിരിക്കും നേരത്തെ ലീയുടെ വീടിന്റെ അടുത്തുണ്ടായ അജ്ഞാതൻ ആരായിരുന്നു കാണിക്കുക. വേറെ ആരുമല്ല, ഹാൻ തന്നെ. ശേഷം ചാ അവരോട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കോർട്ട് റൂം അല്ല, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ വേണ്ടിയിട്ടെന്ന് ചോ പറയുന്നു. സത്യം പറ, പാർക്കാണോ നിങ്ങൾ ഇവിടേക്ക് അയച്ചത്? അപ്പോഴായിരിക്കും യോമിൻ ചായയോട് ഞങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമോ? അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലീ കോമയിലായിരുന്ന സമയത്ത് അവന്റെ അമ്മ അവൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ആ കേസ് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ചാ അവളുടെ ഓഫീസിൽ പോയിട്ട് ലീയുടെ അമ്മയുടെ കേസ് ഫയലും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതിൽ ലീയുടെ അമ്മ ലീ കോമയിലായിരുന്ന സമയത്ത് അവൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തതിനെ പറ്റിയും മറ്റു പല ആൾക്കാരോടും ലീയെ കുറിച്ച് അവർ അന്വേഷിച്ചതിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടാകും. വേറൊരു ഭാഗത്ത് മിൻസിയുടെ അസുഖം അത്രയും വഷളായിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. പാർക്കിനും ഭാര്യക്കും തങ്ങളുടെ മകളുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരിക്കും. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ അങ്ങനെ പിറ്റേ ദിവസം ചെയോ മെഡിക്കൽ സെന്റർ ലീയുടെ റിസർച്ച് ബുക്കിലെ മാക്സിമം കാര്യങ്ങൾ അനാലിസിസ് ചെയ്ത് നോക്കുന്നുണ്ട്. അന്നേരം ഡയറക്ടർ ചെയർമാന്റെ അടുത്ത് വന്നിട്ട് ആ റിസർച്ച് നോട്ട്ബുക്ക് അനാലിസിസ് ചെയ്തിട്ടും അതിലെന്താണ് എങ്ങനെയാണ് ക്യൂർ ഡെവലപ്പ് ചെയ്തതിനെ പറ്റിയൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും അത് മനസ്സിലാക്കാൻ ഏകദേശം മാസങ്ങൾ എടുക്കുമെന്ന് അറിയിക്കുകയാണ്. അതൊന്നും എനിക്കറിയണ്ട, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അതിലെ വിവരങ്ങൾ കിട്ടണമെന്ന് ചെയർമാൻ പറയുന്നു. ഒരു ഭാഗത്ത് ഇന്ന് 2 മണിക്കാണ് ലീ ഹാനിന്റെ സഹായത്തോടു കൂടി ചെയോമെന്ന് പുറത്ത് ചാടാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. എന്നാൽ 2 മണി കഴിഞ്ഞിട്ടും ഹാനിന്റെ ഒരു വിവരവും ഉണ്ടാകില്ല. ശേഷം അവൻ അവിടെയുള്ള സ്റ്റാഫിനോട് എന്നെ ഇന്ന് 2 മണിക്ക് ആരെങ്കിലും കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അയാൾ ഇല്ല, അങ്ങനെ ആരും വരുന്നതായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല, ഇന്നാകെ നിങ്ങളെ കാണാൻ വരുന്നത് പാർക്കാണ്, അതും 5 മണിക്കെന്ന് പറയുന്നു. ഹാനിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ലീന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ശേഷം 5 മണിക്ക് ലീയെ കാണാൻ വേണ്ടി പാർക്ക് എത്തുന്നു. എന്റെ മകളുടെ ആരോഗ്യനില അത്രയും വഷളായിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയും നീ ഒന്ന് അവളെ ചികിത്സിക്കണം എന്ന് പറഞ്ഞ് പാർക്ക് ലീയോട് കേൺ അപേക്ഷിക്കുകയാണ്. മറുഭാഗത്ത് ചോ അന്ന് ഹാനിന്റെ വീടിന്റെ അടുത്തുണ്ടായ കാറിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അത് ചയോ മെഡിക്കൽ സെന്ററിലെ കാറായിരിക്കും. അപ്പൊ ഈ വിവരങ്ങളൊക്കെ ചോ പാർക്കിനെ വിളിച്ച് അറിയിക്കുന്നു. പ്ലസ് കഴിഞ്ഞ ദിവസം ചായെ ലീയുടെ വീടിന്റെ അടുത്ത് വെച്ച് കണ്ടതും. അപ്പൊ ചെയോ എന്തിനാ ഹാനിനെ ഫോളോ ചെയ്യുന്നതെന്ന് പാർക്ക് തിങ്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ പാർക്ക് ചായയെ കാണാൻ വേണ്ടി പോവുകയാണ്. നീ പറഞ്ഞതുപോലെ ഹാനിന്റെ ഇല്ലീഗലായിട്ടുള്ള എക്സ്പെരിമെന്റിൽ നിന്റെ ആ ബോസും ആ ചെയർമാനും പിന്നെ ലീയും ഒക്കെ ഇൻവോൾവ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അന്നേരം ഇവൾ ഇന്നലെ ആ ചെയർമാനെ കാണാൻ പോയതും ചെയർമാന്റെ അച്ഛനും ഹാനും തമ്മിൽ വളരെ ക്ലോസ് ആയിരുന്നു എന്നും അവർ ഇൻക്യൂറബിൾ ഡിസീസിന്റെ ക്യൂർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് ലീയുടെ ഞാൻ കോർട്ടിൽ പോലും ഇന്നേ വരെ സബ്മിറ്റ് ചെയ്യാതെ കുറച്ച് ഇൻഫോർമേഷൻസ് തരാം. പകരം നീ പ്രോസിക്യൂഷന്റെ ഡാറ്റാബേസും നീ ഇന്നലെ ചെയോമിൽ പോയിട്ട് കളക്ട് ചെയ്ത ഡീറ്റെയിൽസും എനിക്ക് തരണം. അങ്ങനെ അവൾ അതിന് സമ്മതിക്കുകയാണ്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ചാ ഗോങ്ങിനോട് ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് പ്രോസിക്യൂട്ടറിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്? ഗോങ് ചായയുടെ ബോസിന്റെ പേരായിരിക്കും പറയുക. അപ്പോഴായിരിക്കും പാസ്റ്റ് കാണിക്കുക. ചാ കഴിഞ്ഞിടെ ലീയുടെ അമ്മ ലീ മിസ്സിംഗ് ആയതിനെ തുടർന്ന് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത ഫയൽസ് എല്ലാം എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ലീയുടെ മിസ്സിംഗ് കേസ് അന്ന് അന്വേഷിച്ചതും ലീയുടെ കേസ് ക്ലോസ് ചെയ്തതും ലീയുടെ അമ്മയുടെ ഓട്ടോപ്സി ഹാൻഡിൽ ചെയ്തതുമെല്ലാം ഈ ഗോങ് ആണ്. അപ്പൊ ഇവരെല്ലാവരും ഓരോ രീതിയിലായിട്ട് കണക്റ്റഡ് ആണെന്ന് ചാക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ അന്ന് രാത്രി പാർക്ക് ചോയോടും യോമിനോടും ഞാൻ എന്തായാലും ലീയുടെ അമ്മയുടെ മരണത്തെ പറ്റി അന്വേഷിക്കാം, നിങ്ങൾ രണ്ടുപേരും ചെയോ മെഡിക്കൽ സെന്ററിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും ആ MLA കുറിച്ചും നന്നായി ഒന്ന് അന്വേഷിക്കണമെന്നും പറയുന്നു. ഇവിടെ മറുഭാഗത്ത് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന ചെയർമാനെ ആയിരിക്കും കാണിക്കുക. അപ്പോഴായിരിക്കും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ അച്ഛൻ ഒരു മാറാരോഗം വന്നിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാൾക്ക് രോഗം വന്നത് ശരി തന്നെ, പക്ഷെ അയാൾ രോഗം കാരണമല്ല മരിച്ചത്, ഇവൻ കൊന്നതാണ് ചെയോം ഇവന്റെ കൺട്രോളിൽ വരാൻ വേണ്ടി. അങ്ങനെ അത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഡയറക്ടർ വന്നിട്ട് അവനോട് ഇവിടെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ കുട്ടിക്ക് ക്രോൺസ് ഡിസീസും ഹീമോഫീലിയുമാണ്, ലീ പോലും ഇങ്ങനൊരു കേസ് ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെഷീൻ ആവശ്യമാണ്. ആ മെഷീൻ ആണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹാന എന്ന് പറഞ്ഞ വേറൊരു ഹോസ്പിറ്റലിൽ മാത്രമാണ് ഉള്ളത്, അതുകൊണ്ട് പേഷ്യന്റിനെയും ലീയെയും അവിടേക്ക് മാറ്റേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ ചെയർമാൻ അതിന് അപ്രൂവൽ കൊടുക്കുകയാണ്. ഇവിടെ ഗോങ് വിളിച്ചത് പ്രകാരം ചാ ലീന്റെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. സംഭവം ഹാനിനെ ആരാ കൊന്നിട്ടുണ്ടാകും, ആരാ ഇത് ചെയ്തത്, എന്തിനാണ് ചെയ്തതെന്നൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ആ സമയം ഇവൾക്കൊരു കോൾ വരും. അത് വേറെ ഒന്നുമല്ല, ഹാന ഹോസ്പിറ്റലിൽ നിന്ന് ലീ ചാടിപ്പോയെന്ന് പറഞ്ഞ്. സത്യത്തിൽ ലീയെ രക്ഷപ്പെടുത്തിയത് വേറെ ആരുമല്ല, പാർക്കായിരിക്കും. ഇവിടെ വെച്ച് എപ്പിസോഡ് 6 കഴിയും. ഹോസ്പിറ്റലിൽ നിന്ന് പാർക്കിന്റെ ഹെൽപ്പോട് കൂടി രക്ഷപ്പെട്ട ലീ ഇനി എന്തായിരിക്കും ചെയ്യുക നമുക്ക് കാണാം, കണ്ടറിയാം.